कल्याणीं कमनीयकल्पलतिकां कल्याणीं कमनीयकल्पलतिकां देवी दुदुषाना घृताची षट्मान्नो वाचा मुषते श्रीजना तस्मै नारायणाय समर्पयामि। श्रीमज्जनार्दन सन्निधौ उत्सवपर्वकाले समर्पित पुस्तक समर्पणेन पूजा श्रीहरि कृष्णार्पणमस्तु। कैलासनाथ प्रिय कैलासनाथ प्रिय ನೋಡಿ ದೇವರ बहुत खुश हो गए। पवमान सूक्त भगवान को बहुत प्रिय है जनार्दन। ये हम देखने के समय यही आ गए। इंद्राय पातवे सुतः रक्षोः विश्वचर्षणिरभिजो निभयो हतम् दृढा सदस्थमासादत् बलिबोधातामो भवमम्हिष्ठो वृत्रहन्तामः परिशिराधो मघोनाम् अभ्यर्षमहानाम् देवानाम् भीतिमन्धसा अभिवाजामुतश्रम। नमो नमः सर्वदयापराभ्यां नमो नमः मंगलदेवताभ्यां। देवस्य ब्राह्मणानांच भोजनं सप्तमं बलिदानं स्यात् एतत् सप्तांग लक्षणं ಅಂತ ಹೇಳಿದ್ದಾರೆ। ಉತ್ಸವ ಅಂತ ಹೇಳಿದಕ್ಕೆ ಆಹ್ವಾನ ಮಾಡುವಂತದ್ದು। ಪುಣ್ಯಾಹಂ ತದನಂತರಂ ಅದಾದ ನಂತರ ದೇವಸ್ಥಾನದ ಪ್ರಾಸಾದ ಶುದ್ಧಿಯಾಗಬೇಕು ಅಂತ ಪುಣ್ಯಾಹ ವಾಚನೆ ಪಂಚಗವ್ಯ ಪ್ರೋಕ್ಷಣೆಗಳನ್ನೆಲ್ಲ ಮಾಡಿಕೊಳ್ಳುವಂತದ್ದು। ഭഗവാന്റെ ഇത് കഴിഞ്ഞ് 8 ദിവസം ഭഗവാന്റെ ഉത്സവങ്ങളെല്ലാം യഥാവിധി ആചാരപ്രകാരങ്ങൾ നടത്തിയിട്ട് ഭഗവാനെ അവസാനം അവഭൃതം നടത്തി. ആ അവഭൃതം നടത്തിയതിൽ ഭഗവാനെ കുളിപ്പിച്ച വെള്ളത്തിൽ ഞങ്ങൾ കുളിക്കുക. അപ്പം ഞങ്ങളും ഭഗവാന്റെ എന്താണോ ആ ഇത്രയും ദിവസം ഞങ്ങൾ ഭഗവാനിൽ പൂജാവിധികളിലും പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ അത് പ്രസാദ രൂപത്തിൽ ആ അവഭൃതത്തിലൂടെ ഭഗവാന്റെ അവഭൃത സ്നാനം കഴിഞ്ഞ തീർത്ഥജലത്തിലൂടെ ഞങ്ങൾക്കത് തിരിച്ചു കിട്ടും. അപ്പം ഞങ്ങളും ഭഗവാനിലും ഒരു മിലനം ഉണ്ടാകുന്നു. ശാസ്ത്രത്തിൽ പറഞ്ഞ രീതിയിൽ 7 വിധത്തിലാണ് ഒരു ഉത്സവം. ആദ്യം വാദ്യഘോഷങ്ങളോടെ, അതായത് ഞങ്ങളിപ്പോൾ ചെണ്ട ഇതൊക്കെ ചെയ്യുന്ന ചെണ്ടവാദ്യം, ആനശിവേലി അങ്ങനെയൊക്കെ വാദ്യഘോഷത്തോടെ തുടങ്ങി. അതിനുശേഷം ക്ഷേത്രശുദ്ധി,
ക്ഷേത്രശുദ്ധി എന്ന പഞ്ചഗവ്യം പുണ്യാഹവാചനമൊക്കെ ചെയ്തുകൊണ്ട് ക്ഷേത്രപ്രാസാദങ്ങളെ ശുദ്ധി ചെയ്യുക. അതിനുശേഷം അങ്കുരാരോപണം. അങ്കുരാരോപണം എന്ന് പറഞ്ഞാൽ ജീവതാ സാന്നിധ്യം, ഇത് ഞങ്ങൾ ചെയ്യുന്നതിൽ അവിടെ ജീവനുണ്ട് എന്ന് അറിയിക്കുന്നതിനായിട്ടാണ് നവധാന്യങ്ങളിലൂടെ ആ അങ്കുരങ്ങളിൽ ഭഗവാനെ ആവാഹിച്ചിട്ട് അതിൽ ജീവത്വം കൊടുക്കുന്നു. അപ്പം അത് 8 ദിവസം ആകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വളർന്നു വരും. ഞങ്ങൾ അതിനെ രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്കുരാരോപണം. ആ അങ്കുരമാണ് ലാസ്റ്റ് 8ാം ദിവസം അവബൃതം കഴിഞ്ഞ് ഭഗവാന്റെ പ്രസാദ രൂപത്തിൽ എല്ലാവർക്കും ജനങ്ങൾക്ക് ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ആ 8 ദിവസം പൂജ ചെയ്തത് ആ 9ാം ദിവസം അവബൃതം കഴിഞ്ഞ് ഭഗവാനെ അവിടെ എത്തുമ്പോൾ ആ പ്രസാദമാണ്, ആ ജീവത്വത്തിൻ്റെ പ്രസാദമാണ് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് രാവിലെ ഞങ്ങളെ കാണിക്കയിട്ട് സ്വീകരിക്കുന്നത്. അപ്പം അങ്കുരാരോപണം. അത് കഴിഞ്ഞിട്ട് യഥാവിധി പൂജാവിധികൾ എന്തൊക്കെയാണോ ഒരു അമ്പലത്തിൽ ചിട്ട പറഞ്ഞിരിക്കുന്നത്, 3 നേരവും ശക്തിയോടെ ഞങ്ങളുടെ യഥാശക്തി മാനസികമായും ശാരീരികമായും ആ ഭഗവാനെ യഥാവിധി പൂജാവിധികൾ പറഞ്ഞിട്ടുണ്ട്. ആ പൂജാവിധികൾ ചെയ്യുക. അതിനുശേഷം അന്നസന്തർപ്പണം. ബ്രാഹ്മണ ഭോജനം എന്ന് പറഞ്ഞെങ്കിലും അന്നസന്തർപ്പണമാണ്. ഭഗവാനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ജനങ്ങൾക്ക് മുഴുവനും, ഇവിടെ വരുന്ന ഏത് ഭക്താഭിമാനികൾക്കും ആ അന്നസന്തർപ്പണം. വേറെ എന്ത് കൊടുത്താലും തൃപ്തി വരാത്തത് അന്നസന്തർപ്പണം നടത്തിയാൽ തൃപ്തി വരും. കാരണം അതിൽ കൂടുതൽ ഇതിൽ എത്ര വളർത്തിയാലും അവർ മതിയെന്ന് പറയുന്നത് അതൊരെണ്ണം മാത്രമേ ഉള്ളൂ. ഏത് മനുഷ്യനായാലും ഇതെനിക്ക് മതി, തൃപ്തി വരേണ്ടത് അവിടെയാണ്. അതുകൊണ്ട് അന്നസന്തർപ്പണം. അതേപോലെ ധ്വജാരോപണം. ഒരു ഉത്സവം തുടങ്ങണത് എന്നറിയണമെങ്കിൽ ദേവതകളെ ആവാഹിക്കാൻ, ദേവതകളെ ആഹ്വാനിക്കാൻ ഗരുഡനെ കൊണ്ടാണ്. ഗരുഡനാണെങ്കിൽ ഏത് ദേവിയാണോ ഏത് ദേവനാണോ അതിൻ്റെ വാഹനമാണ് ദേവതകളെ ആവാഹിക്കാൻ പോകുന്നത്, ക്ഷണിക്കാൻ പോകുന്നത്. അപ്പം ധ്വജാരോപണം. അതുകൂടെ പൂജ കഴിഞ്ഞിട്ട് അന്നസന്തർപ്പണം. അതിനെ കഴിഞ്ഞ് ശ്രീഭൂതബലി. അത് ഏറ്റവും, കാരണം ഭഗവാന്റെ പരിവാര ദേവതകൾ ഉണ്ടാവും എല്ലാ ദിക്കിലും. 8 ദിക്ക് മാത്രമല്ല, ചുറ്റും ആ അമ്പലത്തിൽ ആ ഉത്സവ സമയത്ത് ഗരുഡന്റെ ആവാഹനത്തോടെ വരുന്ന ദേവതകൾ, അവരെ തൃപ്തിപ്പെടുത്താനാണ് ബലി ചെയ്യുന്നത്. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ 8 ദിവസം നടത്തേണ്ടതാണ്. എന്നാൽ യഥാവിധി ഞങ്ങളിലാവുന്ന 8 ദിവസം 7 ദിവസം അത് ചെയ്ത് തന്ത്രികൾ വന്ന് യഥാവിധി അതിൻ്റെതായ ശാസ്ത്രപ്രകാരം അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പം അതാണ് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഉത്സവം. അങ്ങനത്തെ ഉത്സവമാണ് ഞങ്ങളിന്ന് ഭഗവാന്റെ നടത്തിക്കുന്നത്. അതിൽ ഏറ്റവും വിശേഷമായ ദിവസമാണ് പള്ളിവേട്ട, അതായത് നായാട്ട്. അത് ഏറ്റവും, കാരണം ദേവൻ തൻ്റെ ക്ഷേത്രപരിധിക്ക് പുറത്തുള്ള ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാനും ശിഷ്ടശക്തികളെ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ് മൃഗനായാട്ട് നടത്തുന്നത്. ആ നായാട്ട് കഴിഞ്ഞ് വന്ന് ഭഗവാൻ ക്ഷീണിച്ച് പിറ്റേന്ന് അദ്ദേഹത്തിന് യഥാവിധിയായ പൂജാവിധികളിലൂടെ അവബൃതം നടത്തി പഞ്ചാമൃതാഭിഷേകം നടത്തി എല്ലാ രീതിയിലും നടത്തി തൃപ്തിപ്പെടുത്തിയ ശേഷം ആണ് ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ ധ്വജ അവരോഹണം. ഞങ്ങളുടെ എല്ലാ യഥാവിധി ആരൊക്കെയാണോ ദേവതകളെ ഞങ്ങൾ ആവാഹിച്ച് അവിടെ പൂജിച്ചിരിക്കുന്നത്, കാരണം താൽക്കാലികമായും ഈ 8 ദിവസങ്ങൾക്ക് വേണ്ടി ആവാഹിച്ചിരിക്കുന്നത്, അവരെയൊക്കെ അവരുടെ യഥാസ്ഥാനത്തേക്ക് പറഞ്ഞു വിടുന്നതാണ്. അതും ആദരവോടെ, സമ്പൂർണമായ ആദരവോടെ അവരെ പറഞ്ഞേക്കുന്ന ഇതാണ് ധ്വജ അവരോഹണം. അങ്ങനത്തെയുള്ള വിധാനങ്ങളിലൂടെ ഞങ്ങളുടെ 8 ദിവസങ്ങളുടെ ഭഗവാന്റെ ലക്ഷ്മീജനാർദ്ദന സ്വാമിയുടെ ആറാട്ട് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടത്തിൽ ഞങ്ങളിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, ഇനിയും പൂജകൾ നടക്കാനുണ്ട്. അവ അതിൻ്റേതുകൂടി ക്ഷമാപണം. എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടാവാം വാക്കിലും സമയത്തിലും, അതെല്ലാം ആ ഭഗവാൻ സമ്പൂർണമായി തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ട് ചെയ്ത പൂജാവിധികളും ചെയ്ത ഭക്തിയോടെ ഞങ്ങൾ എന്ത് പ്രാർത്ഥന ചെയ്തിട്ടുണ്ടോ അതെല്ലാം കൂടി സ്വീകരിച്ച ഈ ഗ്രാമത്തിനും ഇവിടെ വരുന്ന എല്ലാ ഭക്താഭിമാനികൾക്കും ഭഗവാന്റെ കൃപാകടാക്ഷവും എല്ലാവർക്കും ആയുഷ്യം, ആരോഗ്യം, ഗ്രാമത്തിൽ എന്നും സുഖസമൃദ്ധി, ജനങ്ങളിൽ എല്ലായ്പ്പോഴും ഐക്യത, ഇതെല്ലാം നൽകിക്കൊണ്ട് ഈ ലക്ഷ്മീജനാർദ്ദന സ്വാമി എല്ലാവർക്കും സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക.